ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വാട്ടർമാർക്ക് അഥവാ ഒരു ലോഗോ വേണമെന്ന് ഒരാഗ്രഹം കാണും. അപ്പോൾ അത്തരത്തിലൊരു ലോഗോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് CC ആണ്, PC യിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു പുതിയ വിൻഡോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ഇവിടിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തത് കളറ് വെള്ളയുണ്ട്, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കളർ ഞാൻ മാറ്റി ബ്ലാക്ക് ആക്കി. എന്നിട്ട് ചുമ്മാ ഏതെങ്കിലും ഒരു ഫോണ്ടിൽ ടൈപ്പ് ചെയ്തു. ചുമ്മാ റഫായിട്ടൊന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫോണ്ടും സൈസും ഇനി മാറ്റണം. ഞാൻ വേറെ ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ പേര് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു. എൻ്റെ സൈസ് അല്പം വലുതാണ്, അത് കുറയ്ക്കും. സൈസ് കുറച്ചു. ഇനി ഇതിൻ്റെ വേറൊരു ഫോണ്ട് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറും ടെക്സ്റ്റ് ലെയറും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ അങ്ങ് മാറ്റി. അപ്പം നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടും. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് വേറൊരു ഫോർമാറ്റ് കൊടുത്ത് നോക്കാൻ പോവാണ്. അപ്പം പല പല ഫോർമാറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഒരു ഫോണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ടൈപ്പ് ഫോണ്ട് ഇല്ലെങ്കിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിളിൽ ഇതേപോലെ ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ടൈപ്പ് ഒരു ഫോണ്ട് എടുത്തു. അത് ഡൗൺലോഡ് അതിനകത്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ആ ഫോണ്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇത്തരത്തിൽ പല ഫോണ്ടുകളുണ്ട്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം. കുറച്ചുകൂടെ ഫോണ്ട് വലുതാക്കി ഇനി മൂവ് ടൂൾ വെച്ച് സെൻറ്ററിലോട്ട് പ്ലേസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് മാറ്റിയപ്പോൾ ആ ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ആ ടെക്സ്റ്റ് മാത്രം മതി ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ വൈറ്റ് ആക്കാം. പിന്നെ ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് ബ്ലാക്കും വൈറ്റുമാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലാക്കും വൈറ്റും എടുത്തത്. ഇതിനെ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും PNG ആയിട്ട് സേവ് ചെയ്യാൻ ഓർക്കുക. ഫയൽ നെയിമിൻ്റെ എക്സ്റ്റൻഷൻ .png വരുന്ന ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഞാനിപ്പം ബ്ലാക്ക് സേവ് ചെയ്തു. കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി. വൈറ്റും കൂടെ ഒന്ന് സേവ് ചെയ്യണം. വൈറ്റ് സേവ് ചെയ്തു. ഇനിയിപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ ലോഗോ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്കും ലോഗോസ് ഉണ്ടാക്കാം. വൈറ്റ് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല.
ഇനി അടുത്തത് ഇതിപ്പം നമ്മുടെ സിഗ്നേച്ചർ ടൈപ്പ് ലോഗോ, ഇനിയല്ല ഒരു പ്രൊഫഷണൽ ടൈപ്പ്, അതായത് ഒരു ലോഗോ ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ഇപ്പോൾ ലെറ്റേഴ്സ് വെച്ചോ എയോ എന്തെങ്കിലും ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ലോഗോസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ടൈപ്പ് ലോഗോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. വീണ്ടും നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുത്തു, ജസ്റ്റ് ഒരു പേരടിച്ചു AC, അതിൽ പല പല ഫോണ്ട് കൊടുത്ത് നോക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പം ജസ്റ്റ് ഇങ്ങനൊരു ഇതാണ് ഞാൻ എടുത്ത് നിന്നിട്ട് ഇതിനകത്ത് ചെറിയൊരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ബ്ലെൻഡിങ്ങിൽ പോയി മാറ്റം വരുത്തിയാണ്. ഒരു റെഡ് കളർ സ്ട്രോക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിൻ്റെ റേഡിയസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് താഴെ നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടെക്സ്റ്റ് ചെറുതാക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് AC ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരിതാണ്. ഇപ്പോൾ താഴെ ടെക്സ്റ്റ് സൈസ് കുറച്ചിട്ട് ക്രിയേഷൻസ് എന്നൊരു ഇത് കൊടുത്തു. അതിനും നമുക്ക് ഇഷ്ടമുള്ളൊരു വേറൊരു ഫോണ്ടിലേക്ക് മാറ്റാം. നമുക്ക് Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ച് സെൻറ്ററായിട്ട് പ്ലേസ് ചെയ്തു. അപ്പം നമുക്കൊരു ലോഗോ ആയിട്ടുണ്ട്. ഇനി ഇതിനെ സേവ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ ഇതിനെയും PNG ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യാൻ. ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തിട്ട് PNG ആയിട്ട് സേവ് ചെയ്യുക. ഞാനൊരു ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോഗോസ് ആഡ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ലോഗോസ് എന്നറിയാം. അപ്പോൾ ഞാൻ 2 ലോഗോസ് ഒന്നിച്ച് ഓപ്പൺ ആക്കുകയാണ് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 2 ലോഗോസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിനെ മൂവ് ചെയ്തിട്ട് ഇമേജിലേക്ക് ഇട്ടിപ്പം ആ ലോഗോ നമ്മുടെ ഇമേജിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു രസമുണ്ട് കാണാൻ. അപ്പം ഇതിന് നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. സൈസ് നമുക്ക് Ctrl+T വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കപ്പാസിറ്റി നമുക്ക് എത്രത്തോളം തെളിഞ്ഞ് കാണണം എന്നുള്ളത് കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ലോഗോ കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ബ്ലാക്ക് ലോഗോയെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ബ്ലാക്കിനകത്ത് കാണുമ്പം അറിയാൻ പറ്റില്ല. ഒരു വൈറ്റ് പിക്കാണെങ്കിൽ ബ്ലാക്ക് നല്ലപോലെ എടുത്തറിയുന്നുണ്ട്. ലൈറ്റ് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് നല്ലപോലെ എടുത്തറിയുന്നുണ്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ 2 കളർ ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്ലാക്കും വൈറ്റും. ഡാർക്കായിട്ടുള്ള ഇമേജസ് നമുക്ക് വൈറ്റ് ലോഗോസ് ഉപയോഗിക്കാം. അതേപോലെ ലൈറ്റായിട്ടുള്ള പിക്ചേഴ്സിന് നമുക്ക് ഡാർക്ക് ലോഗോസ് ഉപയോഗിക്കാം. ഇതിനെ കുറച്ചുകൂടെ വലുതാക്കാം. വീണ്ടും Ctrl+T പ്രസ് ചെയ്തതിന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ ലോഗോസ് എങ്ങനെ നിൽക്കുന്നെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലോഗോസ് നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ ഫോട്ടോഷോപ്പ് വെച്ചിട്ടുണ്ടാക്കാം. ഒരിക്കൽ ലോഗോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ ലോഗോസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പേര് ടൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല.